ചില DPR-കൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് എന്ത് ഉത്തരവാദിത്വത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് DPR അട്ടിമറിച്ചുവെന്ന്? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്നല്ലേ അതിനർത്ഥം? NHA അട്ടിമറിച്ചുവെന്നല്ലേ അതിനർത്ഥം? ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം 0. അതിലൊരു നിയന്ത്രണവുമില്ല. ഏതെങ്കിലും തരത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ DPR തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ, സഹമന്ത്രി പറയുന്നത് പോലെ, സുരേഷ് ഗോപി പറയുന്നത് പോലെ DPR 1, DPR 2, DPR 3 ഇത് അട്ടിമറിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം. സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് DPR തയ്യാറാക്കുന്നത്. ആ DPR തയ്യാറാക്കിയതിനു ശേഷമാണ് അലൈൻമെന്റ് പോകുന്നത്. അലൈൻമെന്റിന് പോയതിനു ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത്. ടെൻഡർ നടപടികൾ കഴിഞ്ഞതിനു ശേഷമാണ് അതിന്റെ കൺസൾട്ടൻസി ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് അതിന്റെ EPC അടക്കമുള്ള മറ്റു ലൈസൻസുകൾ, മറ്റു കരാറുകൾ കൊടുക്കുന്നത്, കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് വെക്കുന്നത്. ഇതിൽ എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക, ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊടുക്കുക, അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതുണ്ടായിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് NHAയോടാണ്, സംസ്ഥാനത്തെ PWയുടെ അല്ല എന്നുള്ളത്. എവിടെയാണ് DPR 1 മാറ്റി DPR 2 അതുപോലെ DPR 3യിലേക്ക് പോയത്? എവിടെയാണ് DPR ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ DPR തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.